പരമശിവന് വേണ്ടി ലോകത്തൊരു യുദ്ധം നടക്കുന്നു. കേൾക്കുമ്പോൾ വലിയ കൗതുകമാണ്. ഞാൻ ഈ പറഞ്ഞത് തായ്ലൻഡ് കംബോഡിയയിലെ പ്രശ്നമാണ്. സാർ ശ്രദ്ധിച്ചിരുന്നത്? അതായത് 3 ശിവക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പ് ഈ ഫ്രാൻസിന്റെ കോളനി ആയിരുന്നല്ലോ, അവര് രംഗമൊക്കെ വിടുമ്പോൾ ഇതിന്റെ അതിർത്തി ഈ ക്ഷേത്രങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗത്ത് കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്തിട്ടല്ല പോയത്. അതിർത്തി നിർണയിച്ചിട്ടല്ല കോളനി ഭരണം ഈ സ്ഥലം വിട്ട് പോയത്. അപ്പൊ തായ്ലൻഡിന്റെയും കംബോഡിയയുടെ അതിർത്തിയിൽ പ്രധാനപ്പെട്ട 3 ശിവക്ഷേത്രങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ ചൊല്ലിയിട്ടാണ് ഇപ്പൊ യുദ്ധം നടക്കുന്നത്. F-16 ഒക്കെ രംഗത്തുണ്ടല്ലോ, യുദ്ധരംഗത്ത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ യുദ്ധം നടന്നിരുന്ന മേഖല എന്ന് പറയുന്നത് താം മൂൻ തോം എന്ന് പറഞ്ഞ ക്ഷേത്രം ആണ്. അത് ആണ് പ്രധാനപ്പെട്ട ശിവക്ഷേത്രം. ഇത് സൂറിൻ എന്ന് പറഞ്ഞ പ്രവിശ്യയിലാണിത്. അപ്പോൾ ഖമർ ഹിന്ദു ക്ഷേത്രം ആണത്. ഖമർ പഴയ രാജവംശം ഒക്കെയാണ്. അപ്പോൾ ഇത് ഡാങ്റക് എന്ന് പറഞ്ഞ മലയിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഒരു മലയും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രദേശങ്ങളുമാണിത്, ഡാങ്റക് മല. അപ്പൊ ഖമർ രാജാവ് ഉദയാദിത്യവർമ്മൻ രണ്ടാമൻ, ഒരു ഹിന്ദു പേര് തന്നെ ആണല്ലോ, ഉദയാദിത്യവർമ്മൻ രണ്ടാമൻ പണിത ശിവക്ഷേത്രമാണിത്. അത് പ്രസാദ് താ മുവൻ തോം എന്നും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ടെമ്പിൾ ഓഫ് ദി ഗ്രാൻഡ് ഫാദർ ഓഫ് ചിക്കൻ എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ ഈ ചൈനയിലും ഒക്കെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ? കോഴിയുടെ മുത്തച്ഛന്റെ മഹാക്ഷേത്രം എന്നാണ് ഇതിന്റെ മലയാളം ആക്കുമ്പോൾ കിട്ടുന്നത്. ഈ ഭാഷയില്, അവരുടെ ഭാഷയില് പ്രസാദ് താ മുവൻ തോം എന്ന് പറഞ്ഞാൽ മഹാക്ഷേത്രം, മറ്റേത് കോഴിയുടെ മുത്തച്ഛന്റെ എന്നാണ്. അപ്പോൾ ശിവലിംഗം ഉണ്ട് ആ ക്ഷേത്രത്തില്. 12ാം നൂറ്റാണ്ടിലെ ക്ഷേത്രമാണ്. പ്രസാദ് താ മുവൻ തോ. ഈ 2 ക്ഷേത്രങ്ങളെക്കാൾ പഴയതാണ് ഈ ക്ഷേത്രം. 3 ക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ, ബാക്കി 2 ക്ഷേത്രം പ്രസാദ് താ മുവൻ തോത്ത്, അതാണ് ബാക്കി 2 എല്ലാം ഏതാണ്ട് ഒരേ പേര് വരുന്ന ക്ഷേത്രങ്ങൾ തന്നെ. ചെങ്കല്ല് കൊണ്ടും ചെമ്മണ്ണ് കൊണ്ടും പണിതിരിക്കുന്ന ക്ഷേത്രങ്ങളാണ്. തെക്ക് ദർശനമായിട്ടുള്ള ക്ഷേത്രമാണിത്. ബാക്കി 2 ക്ഷേത്രങ്ങളും സാധാരണ പോലെ കിഴക്ക് ദർശനമായിട്ടുള്ളതാണ്. ഈ ക്ഷേത്രം ഇപ്പൊ ഇന്നലെയൊക്കെ തർക്കം നടക്കുന്ന ഈ ക്ഷേത്രം തെക്കോട്ട് ദർശനമായിട്ടുള്ളതാണ്. അതിർത്തി അവ്യക്തമാണ് തായ്ലൻഡിന്റെയും കംബോഡിയയുടെയും ഈ ഭാഗത്ത്. ഫെബ്രുവരിയിൽ കംബോഡിയൻ ഭടന്മാരെ ഈ മേഖലയിൽ കാണുന്നുണ്ടായിരുന്നു ധാരാളമായിട്ട്. അവർ ഈ സ്ഥലമൊക്കെ സന്ദർശിച്ചിട്ട് പോകുന്നൊക്കെ ഉണ്ടായിരുന്നു ഫെബ്രുവരിയിൽ. എന്നിട്ട് അവരെയും ഈ കംബോഡിയൻ ഭടന്മാർ വന്നിട്ട് അവരുടെ ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു അവിടെ ഈ മേഖലയിൽ. അപ്പോൾ അവര് ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇത് ആരുടേതാണെന്ന് കൃത്യമായിട്ട് പറയാത്ത സ്ഥലമാണല്ലോ. അപ്പൊ തായ് ഭടന്മാർ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് അവര് മേലാൽ ഈ പരിപാടി ഇവിടെ കാണിക്കരുത് എന്നൊക്കെ ഈ കംബോഡിയൻ ഭടന്മാരോട് പറഞ്ഞ് എതിർത്തിട്ടുമൊക്കെ പോയി. എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മുതൽ ഈ തർക്കം, ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് ഈ തർക്കം. ഫെബ്രുവരിയിൽ ഇങ്ങനെ തുടങ്ങി. അപ്പോൾ ഭക്തന്മാർക്ക് ഈ ചുറ്റും പട്ടാളമുണ്ട്. ഭക്തന്മാർക്ക് ഈ കൂട്ടമായിട്ട് അവരുടെ സ്വതന്ത്രമായിട്ട് വന്ന് തൊഴുതു പോകാൻ പറ്റില്ല. 1 ഡസൻ ആളുകൾ ഒരേ സമയം അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കൂട്ടം പറ്റില്ല. ചെറിയ ചെറിയ ഗ്രൂപ്പ് പോലെ വരണം അല്ലേ? അല്ല, ഭക്തന്മാരാണെന്ന് പറഞ്ഞിട്ട് പട്ടാളത്തിനെ കൊണ്ടിറക്കിയാലോ. അപ്പോൾ 12 പേരായിട്ട് അങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്ത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനടുത്ത് ഈ കഴിഞ്ഞ മേയിലും ഈ പ്രിയ വിഹിയർ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ അടുത്ത് മേയിലും സംഘർഷം ഉണ്ടായിരുന്നു. അപ്പോൾ 1907 ഫ്രഞ്ച് ഭരണകാലത്തെ ഒരു മാപ്പുണ്ട്, ഭൂപടം. ആ ഭൂപടത്തിൽ ഇത് കംബോഡിയയുടെ ഭാഗമാണെന്ന് തോന്നും.
ഈ മേഖല. അപ്പൊ 1907 മാപ്പാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നാണ് കംബോഡിയ പറയുന്നത്. അത് ചൈനയൊക്കെ ഇടക്കിടയ്ക്ക് അവരുടെ പേരിലൊക്കെ നമ്മുടെ പ്രദേശങ്ങളൊക്കെ ആയിട്ട് മാപ്പൊക്കെ ഇറക്കില്ലേ, ഭൂപടം എന്ന് പറയുന്ന പോലെ കംബോഡിയ പറയുന്ന 1907 ഫ്രഞ്ച് ഭരണകാലത്തെ മാപ്പിൽ, ഭൂപടത്തിൽ ഈ പ്രദേശം ഞങ്ങളുടേതാണ്, അതുകൊണ്ട് ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തായ്ലൻഡും കംബോഡിയയും തമ്മിൽ ഈ അതിർത്തി പ്രശ്നം, ഈ 3 ക്ഷേത്രങ്ങളെ പരമശിവനെ ചൊല്ലി ഉള്ള യുദ്ധമാണ് നടക്കുന്നത്. 14 പേര് കൊല്ലപ്പെട്ടതായിട്ടാണ് തായ്ലൻഡ് പറയുന്നത്. അപ്പോൾ തായ്ലൻഡിൻ്റെയാണ് F-16 ജെറ്റുകൾ. പ്രധാനമായിട്ടും ഒരു ജെറ്റാണ്, ഈ 6 F-16 ആണ് ഉള്ളത് തായ്ലൻഡിന്. അതിൽ ഒരു F-16 ആണ് കംബോഡിയൻ സൈനിക കേന്ദ്രത്തിൽ ആക്രമണം നടത്തി എന്ന് തായ്ലൻഡ് അവകാശപ്പെടുന്നത്. പക്ഷേ അവര് പറയുന്നത്, കംബോഡിയ പറയുന്നത് 2 ബോംബ് പ്രിയ വിഹിയർ ക്ഷേത്രത്തിന്റെ അടുത്ത് റോഡിൽ വന്ന് വീഴുകയായിരുന്നു എന്നാണ്. സൈനിക കേന്ദ്രത്തിൽ ഒന്നും അല്ല എന്നാണ് കംബോഡിയ പറയുന്നത്. അപ്പോൾ സിയാസ കെറ്റ് പ്രവിശ്യയിലാണ് 6 പേര് കൊല്ലപ്പെട്ടത്, സൂറിനിൽ 2 പേര്, പിന്നെ 86 ഗ്രാമങ്ങളിൽ നിന്ന് 40,000 പേരെ ഒഴിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ തായ് വക്താവ് താ മുവൻ ക്ഷേത്രത്തിന്റെ അടുത്ത് സംഘർഷം നിലനിൽക്കുന്നു. ഈ മഹാക്ഷേത്രം പറഞ്ഞല്ലോ ആദ്യത്തെ, അതിൻ്റെ അടുത്ത് സംഘർഷം നിലനിൽക്കുന്നു എന്ന് തായ്ലൻഡിന്റെ വക്താവ് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഷെൽട്ടറുകളിൽ നിന്ന് പലായനം ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെ സംഭവിച്ചത്, ഈ ഫെബ്രുവരി മാസത്തൊക്കെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ തർക്ക മേഖലകളിൽ കുഴി ബോംബുകൾ വിന്യസിച്ചു കംബോഡിയ. പുതുതായിട്ട് ലാൻഡ് മൈനുകൾ, കുഴി ബോംബുകൾ മറ്റേ കുഴിച്ചിട്ടു. അപ്പോൾ തായ് ഭടന്മാർക്ക് പരിക്ക് പറ്റി, കുഴി ബോംബ് പൊട്ടിയിട്ട്. അതാണ് പുതിയ സംഭവം ഇപ്പോൾ ഈ ഉരുണ്ടുകൂടലിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പുതുതായി ഈ വിന്യസിച്ച കുഴിബോംബുകളൊക്കെ റഷ്യൻ നിർമ്മിതമാണ്, റഷ്യയിൽ നിന്ന് വാങ്ങിച്ചത്. ഒരെണ്ണം പൊട്ടിയിട്ട് ഈ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച 6 ഭടന്മാർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഒരാഴ്ച മുമ്പും കുഴിബോംബ് പൊട്ടിയിരുന്നു. അപ്പൊ ഇത് കൂടി അവർക്ക് തായ് ഭടന്മാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്തവണ്ണം കംബോഡിയ മൈനുകൾ വിന്യസിച്ചിരിക്കുന്നു. അതാണ് പുതിയതായിട്ട് ഉണ്ടായ സംഭവവികാസം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ചാൽ 2 രാജ്യങ്ങളും സ്ഥാനപതിമാരെ പിൻവലിച്ചു, നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു, തായ്ലൻഡ് അതിർത്തികൾ അടച്ചു. കംബോഡിയ ബാങ്കോക്കിൽ നിന്ന് എംബസി സ്റ്റാഫിനെ പിൻവലിച്ചു, തായ്ലൻഡിൽ നിന്ന് പിൻവലിച്ചു. അപ്പം പ്രാചീന പ്രിയ വിഹിയർ ക്ഷേത്രത്തിന് ചുറ്റും ആണ് ഈ അതിർത്തി തർക്കം വന്നിരിക്കുന്നത്. 1962 ഈ ശിവക്ഷേത്രത്തിന്റെ മേൽക്കോയ്മ 1962 ഈ ക്ഷേത്ര തർക്കം 2 രാജ്യങ്ങളും തമ്മിലുള്ളത് രാജ്യാന്തര കോടതിയിൽ എത്തിയിരുന്നു, ഹേഗില്. അപ്പൊ രാജ്യാന്തര കോടതി വിധിച്ചത് ഈ ക്ഷേത്രത്തിന്റെ മേൽക്കോയ്മ കംബോഡിയക്കാണ് എന്ന് 1962 വിധിച്ചു. കോടതി വിധി ഉണ്ടായി. പക്ഷെ അത് തായ്ലൻഡ് അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പൊ 2011 വീണ്ടും സംഘർഷം ഇതുപോലെ ഉരുണ്ടുകൂടി. 2013 വീണ്ടും ഇത് രാജ്യാന്തര കോടതിയിലെത്തി. രാജ്യാന്തര കോടതി വീണ്ടും പറഞ്ഞു ഈ ക്ഷേത്രത്തിന്റെ മേൽക്കോയ്മ ഭരണമൊക്കെ കംബോഡിയക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ രാജ്യാന്തര കോടതി വിധിച്ചിരിക്കുന്നത് കംബോഡിയക്കാണ് എന്നാണ്. അപ്പൊ തായ്ലൻഡ് പ്രധാനമന്ത്രി പേത്തോക് താറു ഷിനിയാത്രയെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നല്ലോ, കഴിഞ്ഞ ആഴ്ച. തായ് പ്രധാനമന്ത്രിയെ സസ്പെൻഡ് ചെയ്തത് എന്തുകൊണ്ടായിരുന്നു? കംബോഡിയയിലെ മുൻ നേതാവ് ഹുൻ സെന്നെ വിളിച്ച് സംസാരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ആ സ്ത്രീയെ സസ്പെൻഡ് ചെയ്തിരുന്നല്ലോ. അത് കഴിഞ്ഞ് വേറെ പ്രധാനമന്ത്രിയെ നിയമിക്കുകയും ചെയ്തു. ഇപ്പൊ കംബോഡിയയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം കാരണം ഉടനെ ഐക്യരാഷ്ട്ര രക്ഷാസമിതി വിളിക്കണം, ഇത് ചർച്ച ചെയ്യണം എന്നാണ് കംബോഡിയ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്.
കംബോഡിയ പ്രധാനമന്ത്രി ഇത് ഐക്യരാഷ്ട്രസഭയുടെ കോർട്ടിലേക്ക് ഇടുന്നത് ഉം. എന്താന്ന് വെച്ചാൽ രാജ്യാന്തര കോടതി കംബോഡിയക്ക് അനുകൂലമായിട്ടാണല്ലോ വിധിച്ചിരിക്കുന്നത്. അതെ. അപ്പോൾ UN കൂടെ നിൽക്കും എന്നുള്ള വിചാരമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.